നമസ്കാരം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ NGOകൾക്കും ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കും മതസ്ഥാപനങ്ങൾക്കും ലഭിക്കുന്ന പണത്തെ നിയന്ത്രിക്കുന്ന FCRA നിയമത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ രാജ്യത്ത് ചർച്ചയാകുന്നത്. എന്താണ് ഈ FCRA ഭേദഗതി ബിൽ? FCRA എന്നത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നതാണ്. വിദേശത്തു നിന്ന് ലഭിക്കുന്ന സംഭാവനകൾ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ ചെലവഴിക്കണം, അതിൻ്റെ കണക്കുകൾ എങ്ങനെ സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നിയമമാണിത്. 2026 FCRA അമെൻമെൻറ്റ് ബിൽ പാർലമെന്റ് 25-ാം തീയതി മാർച്ച് മാസത്തിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. എന്നാൽ ഈ ബില്ല് ഇതുവരെയും നിയമമായിട്ടില്ല. ഓഗസ്റ്റ് 12-ന് ലോക്സഭയിൽ 31 അംഗങ്ങളുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അഥവാ JPC-യുടെ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബില്ലിലെ വ്യവസ്ഥകളിൽ മാറ്റം വരാനും സാധ്യതകളേറെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ബിൽ ഇത്രയധികം ആളുകൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ ചർച്ച ചെയ്യുന്നത്? പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ഒരു സംഘടനയുടെ FCRA രജിസ്ട്രേഷൻ റദ്ദാക്കുകയോ സംഘടന തന്നെ രജിസ്ട്രേഷൻ സറണ്ടർ ചെയ്യുകയോ ചെയ്താൽ, രജിസ്ട്രേഷൻ പുതുക്കൽ ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ, ആ സംഘടനയുടെ കൈവശമുള്ള വിദേശ സംഭാവനകളും വിദേശ ഫണ്ട് ഉപയോഗിച്ച് സൃഷ്ടിച്ച ചില ആസ്തികളും ഒരു സർക്കാർ നിയോഗിക്കുന്ന ഡിസൈൻഡ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് പോകുന്ന ഒരു രീതി ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാന കാര്യം കൂടി ചിന്തിക്കണം. ആസ്തി മുഴുവനും വിദേശ ഫണ്ട് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയതെങ്കിൽ മാത്രമല്ല, വിദേശ ഫണ്ടും മറ്റു ഫണ്ടുകളും ചേർന്നാണ് ചില ആസ്തികൾ സൃഷ്ടിച്ചതെങ്കിലും ബില്ലിലെ വ്യവസ്ഥകൾ ബാധകമാകാമെന്നതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. ഇത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ദോഷം ചെയ്യുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതായത് വിദേശ സംഭാവന സ്വീകരിക്കുന്ന ചില ക്രിസ്ത്യൻ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹിക സേവന സംഘടനകൾ, മതസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഈ നിയമം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ മാത്രം ലക്ഷ്യമിടുന്നതായി പറയാൻ കഴിയില്ല. കാരണം FCRA രജിസ്ട്രേഷനുള്ള ഏത് സംഘടനയ്ക്കും അതിൻ്റെ മതമോ സാമൂഹിക സ്വഭാവമോ ഏതു തന്നെയായാലും നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമാവും. ഇവിടെ സർക്കാരിൻ്റെ വാദം അല്ലെങ്കിൽ വിമർശകരുണ്ടാക്കുന്ന വാദം, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. സർക്കാരിൻ്റെ വാദം എന്താണെന്ന് ചോദിച്ചാൽ, വിദേശ പണം ഇന്ത്യയുടെ നിയമങ്ങൾക്കനുസരിച്ചും സുതാര്യമായും ഉപയോഗിക്കണം, വിദേശ ഫണ്ടിൻ്റെ ദുരുപയോഗം തടയുകയും ദേശീയ താല്പര്യം സംരക്ഷിക്കുകയും ആണ് സർക്കാരിൻ്റെ ആവശ്യം. അത് ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ വിമർശകർ പറയുന്നത്, FCRA രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടാൽ ഒരു സംഘടനയുടെ വിദേശ ഫണ്ടും അതുപയോഗിച്ച് സൃഷ്ടിച്ച ആസ്തികളും സർക്കാർ നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്ന അധികാരമാണ് ഇതിലുള്ളത്. പ്രത്യേകിച്ച് മതസ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങിയ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ആശങ്കയാണ്. അതേസമയം ബില്ലിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വ്യവസ്ഥയുണ്ട്. ഒരു ആരാധനാലയത്തിൻ്റെ ആസ്തി ഈ സംവിധാനത്തിന് കീഴിൽ വന്നാൽ അതിൻ്റെ മതപരമായ സ്വഭാവം സംരക്ഷിക്കണമെന്ന് ബിൽ പ്രത്യേകമായി നിർദ്ദേശിക്കുന്നു. ഇതിനാൽ ഇപ്പോൾ തന്നെ പള്ളികൾ പിടിച്ചെടുക്കും, ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ സ്വത്ത് സർക്കാർ ഏറ്റെടുക്കും എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല. കാരണം ഇതെപ്പോഴും ഒരു ബിൽ മാത്രമാണ്. JPC ബില്ലിലെ ഓരോ വ്യവസ്ഥയും പരിശോധിക്കും. സംഘടനകളുടെയും മതസ്ഥാപനങ്ങളുടെയും മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെയും ആശങ്കകളൊക്കെ പരിഹരിക്കും. അതിനുശേഷം മാത്രമേ ഈ ബില്ല് അന്തിമ രൂപത്തിൽ വരൂ. എന്നാൽ FCRA അമെൻമെൻറ്റ് ബില്ല് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി വ്യക്തമായി ഓർക്കുക: ഇത് വിദേശ ഫണ്ടിൻ്റെ നിയന്ത്രണം ശക്തമാക്കാനുള്ള ഒരു നിർദ്ദേശമാണ്. അതേസമയം സംഘടനയുടെ സ്വത്തും പ്രവർത്തന സ്വാതന്ത്ര്യവും സംബന്ധിച്ച് ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതിനാൽ ബില്ലിൻ്റെ അന്തിമ രൂപം എന്തായിരിക്കും എന്നതാണ് ഇനി നമ്മൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന കാര്യം. FCRA ബില്ലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ബില്ലിന് അന്തിമ രൂപം നൽകിയതിനു ശേഷം പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. എന്തായാലും ബില്ലിൻ്റെ അന്തിമ രൂപം പുറത്തു വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.